ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ്. ഞാൻ കുറേ നാളായി ഇതുപോലെ ഇന്ന് വീഡിയോ ചെയ്തിട്ട്. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കൂടുതലും നമ്മളുടെ ചാനലിൽ വ്ളോഗ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി വ്ളോഗ്സ് കൂടുതലായിട്ടും ചാനലിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇത്തിരി വൈകി പോയത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് നിറം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദ മരുന്നാണ്. നമ്മളിത് രാത്രിയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഒരു ക്രീം പോലെ രാത്രി ഫുള്ള് നമ്മളുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് കളർ വെക്കാനും അതുപോലെ നല്ല ഗ്ലോ തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പൊ ഈ മരുന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങാടിയും മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ എന്തായാലും എളുപ്പത്തിൽ കിട്ടും, പുറത്തുള്ളവർക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. ഞാനിപ്പോ ഓണത്തിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ മരുന്നൊക്കെ പച്ചമരുന്ന് കടയിൽ നിന്ന്. എനിക്ക് വളരെ വിലക്കുറവിന് കിട്ടി. ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും, പിന്നെ ഡെലിവറി ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാൻ ലിങ്ക് ഇടാട്ടോ, അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ഫേസിലും പിന്നെ കഴുത്തിലും വേണമെങ്കിൽ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ കളർ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകേണ്ടത്. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് കളർ വെക്കാനും അതുപോലെ മുഖത്ത് പിമ്പിൾസ് വന്ന പാടുണ്ടെങ്കിലൊക്കെ പോവാനും കരിവാളിപ്പ് മാറാനും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ പോവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൾ ഇൻ വൺ ക്രീം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യുന്ന വിധം ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടപ്പൊടിയാണ്. മഞ്ചട്ടി എന്നും പറയും. ഇത് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതൊരു മരത്തിൻ്റെ ചെറിയ കമ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം. 30 രൂപയ്ക്ക് ഉള്ളൂ കേട്ടോ 100 ഗ്രാമിന്. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് നല്ല പൈസ ആയിട്ടാണ്. ഇവിടെ അയാൾ പറഞ്ഞ പൈസ എനിക്ക് കൊടുക്കേണ്ടി വന്നു. ഈ ഒരു 100 ഗ്രാമിന് ആ കടയിലത്തെ ആൾ വാങ്ങിച്ചത് 80 രൂപയാണ്. നമ്മുടെ നാട്ടിൽ അത്രയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ പറ്റിച്ചതാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് വാങ്ങിക്കേണ്ടി വന്നു. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു പാത്രം വേണം. എത്രയും ചെറിയ പാത്രം എടുക്കാൻ പറ്റുമോ അത്രയും വായവട്ടം ചെറുതായിട്ടുള്ള പാത്രം നിങ്ങൾ എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഈ കടുകൊക്കെ കാച്ചുന്ന ഈ ഒരു പാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മഞ്ചട്ടിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 12 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാൻ ചേർത്തത്. 2 ടേബിൾ സ്പൂണോളം മഞ്ചട്ടിപ്പൊടി ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. എത്രത്തോളമാണോ മഞ്ചട്ടിപ്പൊടി ഇട്ടത് അതേ അളവിൽ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആയുർവേദശാലകളിൽ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ നാട്ടിലല്ല പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മിക്സായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ സത്ത് ഫുള്ളായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കണേ. അപ്പോൾ സ്റ്റവ് തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് വേറൊരു കാര്യം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂണോളം അലോവേര ജെൽ എടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആയുഷിൻ്റെ അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് കറ്റാർവാഴ ജെല്ലെടുക്കാം. എനിക്കിപ്പോൾ കറ്റാർവാഴ തന്നെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ആഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ ലീഫിൻ്റെ അല്ലെങ്കിൽ പതഞ്ജലിയുടെ പിന്നെ ഖാദിയുടെ അലോവേര ജെല്ല് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് ഇത് വരും. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് സ്കിപ്പ് ചെയ്യാം. നോർമൽ സ്കിന്നുകാർക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ആ തിളപ്പിക്കാൻ വെച്ച കൂട്ട് ഒന്ന് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നമ്മളുടെ മഞ്ചട്ടിയുടെയും അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയുടെയും സത്തുക്കളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു തുണിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിൽ വെച്ച് അരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പിന്നെ നന്നായിട്ട് ഇങ്ങോട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ചെറിയ തരികളല്ലേ അതിലുള്ളത്. ചിലപ്പോൾ ആ അരിപ്പയുടെ ഇതിൽ കൂടെയൊക്കെ അങ്ങോട്ട് താഴേക്ക് വരും. അതുകൊണ്ട് തുണി വെച്ച് അരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
കണ്ടില്ലേ, നമ്മൾ ഇത്രയും 2 ടേബിൾ സ്പൂണോളം മഞ്ചട്ടിയും അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചപ്പോൾ ഇത്രയും സത്താണ് നമുക്കിത് കിട്ടിയത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ക്രീം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അത്രയൊക്കെ തന്നെ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമില്ലേ, അതിലേക്ക് ഈ ജ്യൂസ്, നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മഞ്ചട്ടിപ്പൊടി ആണെങ്കിലും ഇരട്ടി മധുരം ആണെങ്കിലും രണ്ടും നമ്മൾ ആയുർവേദ മരുന്നുകൾ വെളുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആയുർവേദ ക്രീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടും എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ആഴ്ന്നിറങ്ങിയിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഈ മഞ്ചട്ടിയും ഇരട്ടി മധുരവും. പിന്നെ അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സുലിൻ്റെയും കാര്യം ഞാൻ പറയണ്ടല്ലോ, നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള സംഭവങ്ങളാണ്. റോസ് വാട്ടറും അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഇത്രയും ഗുണം തരുന്ന ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റാം. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ആയുർവേദ ക്രീം ഉണ്ടാക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, എന്തായാലും ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നത് എൻ്റെ നാച്ചുറൽ DIY ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ക്രീം ഒരു പിശുക്കും കാണിക്കണ്ട, കാരണം രാത്രിയല്ലേ, അത് ഫുള്ളായിട്ട് നമ്മളുടെ മുഖത്ത് അങ്ങനെ ഇരുന്നോട്ടെ. ഇത് ശരിക്കും ഒരു ക്രീമി ടെക്സ്ചർ അല്ല കേട്ടോ. ക്രീം എന്ന് പറയുമെങ്കിലും ഇതിന് ഒരു ജെല്ലിൻ്റെ പോലെയാണ് ഈ ക്രീം ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മുഖത്ത് സ്പ്രെഡ് ആവും കണ്ടോ. ആ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. അത്രയും ഒരു ജെൽ ടൈപ്പാണ് നമ്മളുടെ ക്രീം വരിക. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കാം മുഖത്ത്. നിങ്ങൾ ഈ ക്രീം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്ത് പറയുക, ചേച്ചി ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. ഇൻഗ്രീഡിയൻസ് ഈ മഞ്ചിഷ്ടവും പിന്നെ ഇരട്ടി മധുരപ്പൊടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ബാക്കിയൊക്കെ അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ഇപ്പോൾ മിക്കവരുടെ വീട്ടിലുണ്ടാവും. DIYs ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ പ്രോഡക്ട്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കാം. 100% റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.